ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുളുംബ്സ് ലോ വെച്ചുകൊണ്ട് ഒരു പോയിൻ്റ് ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ, ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. അതുപോലെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഒന്നിലധികം ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കുളുംബ്സ് ലോയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും ഉപയോഗിച്ച് ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചാർജസ് ഉള്ള ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ചില ഒബ്ജക്റ്റുകൾ, ഇവിടെ എക്സാമ്പിളായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ട്. ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജഡ് ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചാർജ്. അപ്പം അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾക്ക് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് പറഞ്ഞിട്ട് ആ പോയിൻറ്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഗോസ് തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കാം. അതുപോലെ നമുക്ക് സ്ഫെറിക്കൽ കണ്ടക്ടർ എടുക്കാം, അതുപോലെ പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എടുക്കാം. അങ്ങനെ പല ഷേപ്പിലുള്ള ഓബ്ജക്റ്റുകൾ, അവയിൽ ചാർജ് യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ അങ്ങനെയുള്ള ഓബ്ജക്റ്റുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലെ ഇൻറ്റൻസിറ്റിക്കുള്ള ഒരു പോയിൻറ്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോസ് തിയറം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ആപ്ലിക്കേഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജഡ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. അതിൻ്റെ അങ്ങനെയുള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് ആയ യൂണിഫോംലി ചാർജഡ് ആയ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഗോസ് തിയറം എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ് us കൺസിഡർ ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ചുറ്റുമുള്ള പോയിൻറ്റിലെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഗോസ് തിയറം അപ്ലൈ ചെയ്യേണ്ടപ്പോൾ എപ്പോഴും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. അതിന് ഇവിടെ നമ്മളെടുത്തിരിക്കുന്ന ഗോഷ്യൻ സർഫസാണ് ഈ സിലിണ്ടർ. നമുക്ക് വേണ്ടത് പി എന്ന പോയിൻറ്റിലെ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷനാണ്. അപ്പോൾ പി ഉൾക്കൊള്ളുന്ന ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. അതിനുവേണ്ടി പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 റേഡിയസ് ആയിട്ടുള്ള ഒരു സിലിണ്ടറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സിലിണ്ടറിൻ്റെ ആക്സിസ് നമ്മുടെ ചാർജഡ് സ്ട്രെയിറ്റ് കണ്ടക്ടറും ആയിരിക്കണം. അപ്പോൾ ഈ ഗോഷ്യൻ സർഫസിലാണ് നമ്മളിനി ഗോസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഗോസ് തിയറം അനുസരിച്ച് നമ്മൾ പഠിച്ചു, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദിസ് ഗോഷ്യൻ സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു sigma q, where sigma q is the charge inside the Gaussian surface. ഇനി നമ്മൾ ഇവിടെ ഈ സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിലെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 3 സർഫസുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒന്ന് ഈ അപ്പർ സർക്കുലർ ഫേസ്, മറ്റൊന്ന് ലോവർ സർക്കുലർ ഫേസ്, പിന്നെ ഈ കർവ്ഡ് ആയിട്ടുള്ള ഫേസ്. അപ്പോൾ ഈ 3 ഫേസുകളിലും ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കും. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓരോ സർഫസും കൺസിഡർ ചെയ്യുക. ആ സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ വാല്യൂ കാണാൻ ഇ ഡോട്ട് ഡി എസ് എന്നുള്ള ഇക്വേഷൻ, അതിൽ ഒരു ഡി എസ് ഏരിയ എടുത്തിട്ട് അവിടുത്തെ ഫ്ലക്സ് കാണാൻ ഇ ഡോട്ട് ഡി എസ് എന്നുള്ള ഇക്വേഷനാണ് എടുക്കുക. ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുമ്പോൾ ഈ ഡി എസ് കോസ് തീറ്റ എന്ന് വരും. ആ തീറ്റ എന്നുള്ള ആംഗിള് ഇലക്ട്രിക് ഫീൽഡിനും സർഫസിലേക്കുള്ള നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സർഫസിലെ ഏത് പോയിൻറ്റിലും നോർമൽ എന്ന് പറയുന്നത് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ
ഒരു സ്ട്രെയിറ്റ് ലൈനാണ് സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്. ഇവിടെയാണ് പോയിൻ്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലറായിട്ട് മുകളിലേക്ക് ഒരു നോർമൽ വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈ കണ്ടക്ടറിൽ നിന്ന് റൈറ്റിലുള്ള പോയിന്റുകളിൽ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റിലുള്ള പോയിന്റുകളിൽ ലെഫ്റ്റ് സൈഡിലേക്കും ആയിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനും സർഫസിലേക്കുള്ള നോർമലിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര വരും? ഈ സ്പേസിലത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ സർക്കുലർ ഫേസിലെ എല്ലാ പോയിന്റുകളിലും ഇതുപോലെ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ 90 ആണെങ്കിൽ ഡി എസ് ഏരിയയിലെ ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു വി ഡി എസ് കോസ് 90 ഈക്വൽ ടു 0 എന്ന് വരിക. ഈ സർക്കുലർ ഫേസിൽ ഏത് പോയിന്റിൽ നമ്മൾ ഡി എസ് ഏരിയ എടുത്താലും അവിടെ എല്ലാം തീറ്റ 90 ആണ്. അതുകൊണ്ട് ഇ ഡോട്ട് ഡി എസിൻ്റെ വാല്യൂവും 0 ആയിരിക്കും എപ്പോഴും, കോസ് 90 0 ആയതുകൊണ്ട്. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർക്കുലർ ഫേസും 0 തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ലോവർ സർക്കുലർ ഫേസ് എടുത്താലും അവിടെയും ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ റൈറ്റിലേക്ക്, നോർമൽ താഴേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരും. ഇപ്പം നോർമലിനും ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിൾ എപ്പോഴും 90 തന്നെയാണ്. ഇപ്പോൾ ലോവർ സർക്കുലർ ഫേസ് എടുത്താലും അവിടെയും തീറ്റ 90 തന്നെയാണ്. തീറ്റ 90 വരുമ്പോൾ അവിടെ ഫ്ലക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് സിലിണ്ട്രിക്കൽ ഫേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. സിലിണ്ട്രിക്കൽ ഫേസിൽ നമ്മൾ എവിടെ ഡി എസ് ഏരിയ എടുത്താലും ലെഫ്റ്റിലായാലും റൈറ്റിലായാലും എല്ലാം നോർമലിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരിക. അതുകൊണ്ട് തീറ്റ എപ്പോഴും 0 ആയിരിക്കും. അത് ഈ സൈഡിലെടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് ലെഫ്റ്റിലേക്ക് വരും, നോർമലും ലെഫ്റ്റിലേക്ക് വരും, പാരലായിട്ടാണ് വരിക. തീറ്റ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒരു ഡി എസ് ഏരിയ എടുക്കാം. ഡി എസ് ഏരിയയിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇത്, നോർമലിൻ്റെ ഡയറക്ഷൻ ഇത്, അവയ്ക്കിടയ്ക്കുള്ള ആംഗിൾ തീറ്റ എത്രയാണ്? 0 ആണ്. അപ്പോൾ ഒരു ഡി എസ് ഏരിയയിലെ ഫ്ലക്സ് d5 എന്ന് എഴുതിയാൽ d5 ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 0 ഈക്വൽ ടു ഇ ഡി എസ്. ഇതുപോലെ എവിടെ കർവ്ഡ് ആയ ഫേസിൽ എവിടെ ഡി എസ് ഏരിയ എടുത്താലും അവിടെയെല്ലാം തീറ്റ 0യും ഈ d5യുടെ വാല്യൂ ഇ ഡി എസ്ന്നും ആയിരിക്കും. ഇനി നമുക്ക് ഈ കർവ്ഡ് ഫേസിലെ ടോട്ടൽ ഫ്ലക്സ് കാണാൻ ഈ ഡി എസ് ഏരിയകളിലുള്ള ഫ്ലക്സുകളെല്ലാം കൂടി ആഡ് ചെയ്യണം. അതിന് പകരം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ കർവ്ഡ് ഫേസ് ഈസ് φ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എസ് ഇ ഡോട്ട് ഡി എസ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ കർവ്ഡ് ഫേസിലെ എല്ലാ പോയിന്റുകളിലും സെയിം ആണ്. കാരണം ആ പോയിന്റുകളെല്ലാം ഈ ലൈനിൽ നിന്ന് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് ഒരേ അകലത്തിൽ 6 അകലത്തിലാണ്. അതുകൊണ്ട് ഈയുടെ വാല്യൂ എല്ലായിടത്തും സെയിം ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് ഈ പുറത്തെടുക്കാം. അപ്പോൾ ഫൈയുടെ വാല്യൂ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വരും. ഇനി ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് ഫേസിൽ ഡി എസ് ഏരിയകളെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ്. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിലിണ്ട്രിക്കൽ കർവ്ഡ് ഫേസിൻ്റെ കർവ്ഡ് ആയിട്ടുള്ള ഈ സിലിണ്ട്രിക്കൽ സർഫസിൻ്റെ ടോട്ടൽ ഏരിയ തന്നെയാണ് വരിക. R റേഡിയസ് ഉള്ള L ലെങ്ത് ഉള്ള ഈ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? 2πRL. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി എസിന് പകരം നമുക്ക് 2πRL എന്ന് കൊടുക്കാം. ഇപ്പോൾ ടോട്ടൽ ഫ്ലക്സിൻ്റെ വാല്യൂ എന്തായി? ഇ ഇൻറ്റു 2πRL. ഇതാണ് കർവ്ഡ് ഫേസിലെ ടോട്ടൽ ഫ്ലക്സ്. സർക്കുലർ ഫേസുകളിലെ ടോട്ടൽ ഫ്ലക്സ് എത്രയായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ഈ കർവ്ഡ് ഫേസിലെയും സർക്കുലർ ഫേസിലെ എല്ലാം കൂടെ കൂട്ടിയാലും സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയായിരിക്കും? ഇ ഇൻറ്റു 2πRL ആയിരിക്കും. ഇനി നമുക്ക് ഗോസ് തിയറം യൂസ് ചെയ്യാം, ഗോസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗോസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗോസ് തിയറത്തിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിനുള്ളിലുള്ള ചാർജ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഗോഷ്യൻ സർഫസിലെ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് നോക്കാം. ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് L ലെങ്തുള്ള സിലിണ്ടറാണ്. ആ L ലെങ്തുള്ള സിലിണ്ടറിലെ ചാർജാണ് ഗോഷ്യൻ സർഫസിലെ ചാർജായിട്ട് വരിക. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഇൻഫിനിറ്റ് ലെങ്തുള്ള
വയറിലെ ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ അതിൻ്റെ ഇൻഫിനിറ്റ് ലെങ്ത്തിൻ്റെ ക്യാപിറ്റൽ എൽ ലെങ്ത്തുള്ള ടോട്ടൽ ലെങ്ത്ത് ക്യാപിറ്റലിലും ആണെങ്കിൽ യൂണിറ്റ് ലെങ്ത്തിലെ ചാർജിനെ നമുക്ക് ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് എഴുതാം. ലാംഡ ഈസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിനെയാണ് ലീനിയർ ഡെൻസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്തിലെ ചാർജിൻ്റെ അളവാണ്. അത് എല്ലായിടത്തും സെയിം ആയിരിക്കും ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള കണ്ടക്ടറിൽ. അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എൽ ലെങ്ത് എടുത്താൽ ആ എൽ ലെങ്തിലുള്ള ചാർജ് കിട്ടാൻ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജ് ലാംഡ ഇൻറ്റു എൽ ചെയ്താൽ മതി. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ് എത്രയാണ്? ക്യൂ ഈക്വൽ ടു ലാംഡ എൽ. അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി, അതുപോലെ ടോട്ടൽ ഫ്ലക്സും കിട്ടി. ഇനി നമുക്ക് ഗോസ് തിയറം എടുക്കാം. എന്താ ഗോസ് തിയറം? ഗോസ് തിയറം അനുസരിച്ച് ഫൈ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്നാണ്. ഇനി ഫൈക്ക് പകരം ഇ ഇൻറ്റു 2πRL കൊടുക്കണം, ക്യൂവിന് പകരം ലാംഡ എൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇ ഇൻറ്റു 2πRL ഈക്വൽ ടു 1/ε0 ഇൻറ്റു ലാംഡ എൽ. അടുത്ത സ്റ്റെപ്പിൽ ഇയുടെ ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ 2πRL റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എല്ല് ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കി ഇ ഈക്വൽ ടു 1/2πR ഡിനോമിനേറ്ററിലേക്ക് വന്നു, ε0 ഡിനോമിനേറ്ററിൽ ഇൻറ്റു ലാംഡ ന്യൂമറേറ്ററിൽ വരും. ഇനി ഇതിനെ നമുക്ക് ഈ ന്യൂമറേറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് 4πε0 എന്നുള്ള ഫോമിലാക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കിതിങ്ങനെയാവും 1/4πε0 മേളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ 2 ലാംഡ ബൈ ഈ 6 മാറ്റി എഴുതുക ഡിനോമിനേറ്ററിലായിട്ട്. അപ്പോൾ 1/4πε0 2 ലാംഡ ബൈ 6 എന്നാകും ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്ന് 6 അകലത്തിലുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കാണാനുള്ള ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മൾ ഗോസ് തിയറം അപ്ലൈ ചെയ്തത്.